Hari Om and good morning. Welcome to the online class of Chinmaya Mission College. So, in the last class, that means yesterday, we have seen Wilcoxon Mann-Whitney test, that is known as a U test. And I have told you in that case, we are just testing the ranks, not the actual figures. The magnitude of the figure that is not considered. We are just taking the ranks. That's why it is known as a rank test, and that is known as a U test. ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്കും തന്നിരുന്നു. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഉള്ളതാണ്. യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യുകയും ചെയ്യാം. എന്നാലൊന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതുപോലത്തെ മറ്റൊരു ടെസ്റ്റാണ്. ദറ്റ് ഈസ് ക്രസ്കൽ വാലിസ് ടെസ്റ്റ്. ഇപ്പോൾ എഴുതാനൊരു കടലാസ് വേണ്ട, ഞാനത് മറന്നു. ക്രസ്കൽ വാലിസ് ടെസ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ഒരു മിനിറ്റ് ഒരു കഷ്ണം കടലാസ് എടുത്തോട്ടെ. ഞാൻ ഇത് കുട്ടിക്ക് പഠിക്കേണ്ട ബുക്കില്ല, എന്താവട്ടെ. ഇതിൻ്റെ ഫോമിൽ ഇതിനെ പറയുന്ന പേര് ഇതാണ്, ക്രസ്കൽ. ചിലതിൽ എച്ച് ഒന്നും ഉണ്ടാവും, നിങ്ങൾ അതൊന്നും നോക്കണ്ട. ക്രസ്കൽ വാലിസ് ടെസ്റ്റ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് എച്ച് ടെസ്റ്റ്. എച്ച് ടെസ്റ്റ്. മാൻ-വിറ്റ്നിയുടെ ടെസ്റ്റ് എന്താ പറയുക, നമ്മൾ യു ടെസ്റ്റ് എന്നാണ് പറയുന്നതെങ്കിൽ ഇതിൻ്റെ പേര് എച്ച് ടെസ്റ്റ് എന്നാണ്. ഇതും നമ്മൾ റാങ്കാണ് ചെയ്യുന്നത്, കേട്ടല്ലോ. അപ്പം നമ്മളിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ്, പക്ഷെ ഇതിൻ്റെ ഫോമുല ഓർത്തിരിക്കുക എന്നുള്ളത് അതൊരു തലവേദനയാണ്. അതാണ് നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ളൂ, അല്ലാതെ ഇത് പ്രോബ്ലം ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് set up the hypothesis. That means null hypothesis and alternative hypothesis. Always the null hypothesis. What is null hypothesis? There is no significant difference between the sample. എപ്പോഴും അതായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. And this Kruskal-Wallis test is used to test more than 3 samples, whether they belong to the same population, whether they were taken from the same population or not. നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് നേരത്തെയൊക്കെ 2 എണ്ണം വെച്ചിട്ടാണ്. മാൻ-വിറ്റ്നിയിലൊക്കെ 2 എണ്ണമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, 3 അതിലധികമോ സാമ്പിളുകൾ. ആ 3 അതിലധികമോ ഉള്ള സാമ്പിളുകളെല്ലാം ഒരേ പോപ്പുലേഷനിൽ നിന്ന് എടുത്തതാണ്. ദാറ്റ് മീൻസ് ദേ ആർ ഹാവിങ് ദ സെയിം മീൻ. ഒരേ മീൻ തന്നെയാണ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. എപ്പോഴും null hypothesis H നോട്ടിൽ എപ്പോഴും എന്താ എഴുതാം, there is no significant difference between the sample. That means they belong to the same population. They are all having the same mean. Okay. And alternative hypothesis, that is H1, there is significant difference between the sample. The mean of the samples are not same. They do not belong to the same population. ഒരേ പോപ്പുലേഷനിൽ നിന്ന് എടുത്തവയല്ല. ഇതാണ് ആദ്യം നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ എച്ച് നോട്ട് എഴുതി, ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾ. H1 എഴുതി, ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സാമ്പിൾ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡിസൈഡ് ദ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. ഇവിടെ നമ്മുടെ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, വേറെ ഒന്നുമില്ല, യു ടെസ്റ്റ്. ദാറ്റ് മീൻസ് ക്രസ്കൽ വാലിസ് ടെസ്റ്റ്, ദാറ്റ് ഈസ് യു ടെസ്റ്റ് മാത്രമേ നമുക്ക് ഇവിടെ ഉള്ളൂ. കാരണം ഇവിടെ 2-ൽ കൂടുതൽ സാമ്പിളുകൾ, 3-ൽ കൂടുതൽ സാമ്പിളുകൾ വന്നാൽ, 3-ഓ 3-ലധികമോ സാമ്പിളുകൾ വന്നാൽ, 3 or more than 3 samples വന്നാൽ, the only method that can be used is H test itself. So H ടെസ്റ്റിനാണ് സാധ്യതയുള്ളൂ. അപ്പം നമ്മൾ H ടെസ്റ്റിൻ്റെ H ടെസ്റ്റ് ആണെന്നുള്ളത് എഴുതി. ദെൻ യൂസ് അപ്രോപ്രിയേറ്റ് ഫോമുല. ഇതിൻ്റെ ഫോമുല എഴുതുക എന്നുള്ളതാണ് അടുത്തത്, കേട്ടല്ലോ. ഇതിൻ്റെ ഫോമുല എന്ന് പറയുമ്പോഴേ, ഒരു മിനിറ്റ് കേട്ടോ. ഇതിനെ എച്ച് ടെസ്റ്റിൻ്റെ ഫോമുല എഴുതാൻ പോവാണ്, ശ്രദ്ധിക്കും. H is equal to, that means H test is equal to, ഒരു ചെറിയ ബ്രാക്കറ്റിൽ തുടങ്ങുന്നു, 12 divided by n into n plus 1. ആ n plus 1-ൻ്റെ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു, divided by
എൻ എൻ പ്ലസ് വൺ ഇൻറ്റു ആണ് ഇൻറ്റു അടുത്തത് തുടങ്ങാണ് കേട്ടോ. ഇനി അടുത്തത് സിഗ്മ R1 സ്ക്വയർ ബൈ N1 പ്ലസ് സിഗ്മ R2 സ്ക്വയർ ബൈ N2. എത്ര എണ്ണം ഉണ്ടോ അത്രയും. സിഗ്മ R3 സ്ക്വയർ ബൈ N3. എത്ര എണ്ണം ഉണ്ടോ അത്രയും. ചിലപ്പോൾ 4 എണ്ണം ആണെങ്കിൽ 4 R1 R2 R3 R4 സ്ക്വയർ ബൈ N1 എന്ന് എഴുതുന്നു. അത്രയും എഴുതിയിട്ട് അതിനെ ആ ബ്രാക്കറ്റ് അങ്ങ് ക്ലോസ് ചെയ്യുന്നു. ഇനിയുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കണം കേട്ടല്ലോ. എന്നിട്ട് ആ ബ്രാക്കറ്റ് അങ്ങ് ക്ലോസ് ചെയ്ത് മുന്നിലത്തെ ബ്രാക്കറ്റാണ് ഞാൻ അവിടെ ക്ലോസ് ചെയ്ത് കിടക്കുന്നത്. ഇനി അതിൻ്റെ ഏറ്റവും പിന്നിൽ മൈനസ് 3 ഇൻറ്റു എൻ പ്ലസ് 1 3 ഇൻറ്റു എൻ പ്ലസ് 1. ഇതിങ്ങനെ വേണമെന്നില്ല കേട്ടോ. 12 മുകളിലും താഴെ എൻ ഇൻറ്റു എൻ പ്ലസ് 1 എന്നല്ല. ചില ബുക്കുകൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എൻ സ്ക്വയർ പ്ലസ് എൻ ഇൻറ്റു എൻ സ്ക്വയർ എൻ ഇൻറ്റു 1 എൻ അങ്ങനെയും എഴുതിയിട്ടുണ്ടായിരിക്കാം. 12 ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു എത്ര എണ്ണം ഉണ്ട് ആദ്യത്തേതിൻ്റെ. ഈ R1 എന്ന് പറയുന്നത് ആദ്യത്തേതെല്ലാം കൂടി കൂട്ടിയത്. നമ്മളതിനെ ഓരോന്നിനെയും അങ്ങോട്ടും ഇങ്ങോട്ട് ക്ലാസിഫൈ ചെയ്യും. ആദ്യം തന്നെ റാങ്ക് കാണും. നമ്മൾ റാങ്ക് കണ്ടിട്ട് 1 2 3 ഒന്നാമത്തേത് ഏതിലാണോ കിടക്കുന്നത്, രണ്ടാമത്തേത് ഏതിലാണോ, മൂന്നാമത്തേത് ഏതിലാണോ അവർക്ക് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കും. ആദ്യത്തേതിൻ്റെ എല്ലാ റാങ്കും കൂടി കൂട്ടിയതാണിത്. അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. രണ്ടാമത്തേൻ്റെ റാങ്ക് കൂട്ടിയത്, മൂന്നാമത്തേൻ്റെ റാങ്ക്, നാലാമത്തേൻ്റെ, അഞ്ചാമത്തേൻ്റെ, അത്രയും കഴിയുമ്പോൾ മൈനസ് 3 ഇൻറ്റു എൻ പ്ലസ് 1. ഇതിങ്ങനെയല്ല. ചില ബുക്കുകളിൽ 3n പ്ലസ് 3 എന്നും കാണും. 3n പ്ലസ് 3 എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും സെയിം തന്നെ. പക്ഷെ ഞാനതിങ്ങനെ വ്യക്തമായിട്ട് എഴുതിയെന്ന് മാത്രം. അപ്പം നമ്മൾ ഓരോന്നും കാണണം. ഞാൻ പറഞ്ഞു R1 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്, സം ഓഫ് ദ റാങ്ക്സ് ഓഫ് ദ സാമ്പിൾ 1, R2 സം ഓഫ് ദ റാങ്ക്സ് ഓഫ് ദ സാമ്പിൾ 2 ആൻഡ് സോ ഓൺ. N1 means number of the first one, N2 means number of the second one, N3 നിങ്ങൾക്കറിയാം. ദെൻ ഇവിടെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ എന്താണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമുക്ക് തന്നിട്ടുണ്ടാകും. ചിലപ്പോൾ 5% തന്നിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ എന്തായിരുന്നു 1%. ഇത് രണ്ടിനപ്പുറത്തൊന്നുമില്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കൈ സ്ക്വയർ ആണ്. ദ സ്യൂട്ടബിൾ ടേബിൾ വാല്യൂ വിച്ച് ഈസ് used for the H test is chi-square test. Chi-square test degree of freedom ഉണ്ട്. Degree of freedom means C minus 1. എത്ര കോൾ ഉണ്ടോ -1. C minus 1 ആണ് അതിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം. നമ്മൾ എന്നിട്ട് chi-square ടേബിളിൽ നോക്കി വാല്യൂ കണ്ടുപിടിക്കുന്നു. The last one is compare the calculated value and the table value. If the calculated value is less than the table value, we accept it. If the calculated value is less than the table, greater than the table value, we reject null hypothesis. Okay. നിങ്ങളുടെ എന്താണ് സ്റ്റഡി മെറ്റീരിയലിൽ ഈ പറഞ്ഞതൊക്കെ തെറ്റാണ് എഴുതിയിരിക്കുന്നത് കേട്ടല്ലോ. ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ, നൾ സെറ്റ് ഈസ് റിജക്റ്റഡ് എന്നൊക്കെയാണ് എഴുതിയിട്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. നൾ സെറ്റ് ഈസ് ആക്സെപ്റ്റഡ് എന്നാണ് വേണ്ടത് കേട്ടല്ലോ. അതൊരു തെറ്റുണ്ട്. ആ ഒരു സംശയം നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കേണ്ട. അത് ഒട്ടുമുക്ക അതിലും അങ്ങനെയാണ്. ഇഫ് ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഈസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ, വി ആക്സെപ്റ്റ് ഇറ്റ്. ആക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തീസിസ്. നൾ ഹൈപ്പോത്തീസിസിനാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളൂ. നൾ ഹൈപ്പോത്തീസിസ് അല്ലെങ്കിലേ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് ഉള്ളൂ. അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസിനെ കുറിച്ച് നമ്മളൊന്നും പറയുന്നില്ല. ഓക്കെ, ചെയ്തു വരുമ്പോഴേ നിങ്ങൾ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം കേട്ടല്ലോ. ആദ്യം തന്നെ ഒരു ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് അത് വെച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കാം. എൻ്റെ ടേബിൾ എവിടെ? യെസ്, ടേബിൾ ഇതാണ് തന്നിരിക്കുന്നത്. നോക്കൂ, ഞാൻ ടേബിളൊന്ന് ഡാറ്റയൊന്ന് വായിക്കാം, ശ്രദ്ധിക്കും. യൂസ് ദ ക്രസ്കൽ വാലിസ് ടെസ്റ്റ്, ദാറ്റ് ഈസ് എച്ച് ടെസ്റ്റ് at 5% level of significance. എല്ലാം തന്നിട്ടുണ്ട്. 5% level of significance എന്നൊക്കെ തന്നിട്ടുണ്ട്. significance to test the null hypothesis. null hypothesis എന്താ പറയാ? there is no significant difference between the sample. അതാണ് അതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. that
A professional bowler performs equally well with the 4 bowling balls given the following results. ഒരു പ്രൊഫഷണൽ ബൗളർ എല്ലാ പന്തുകളെയും 4 പന്താണ് ഇവിടെ എറിയുന്നത്, ആ 4 പന്തുകളെയും ഒരേപോലെയാണ് കാണുന്നത്. ഈക്വൽ പെർഫോമൻസ് ആണ് അയാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതാണ് കാണിക്കേണ്ടത്. ദാറ്റ് മീൻസ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ്. എല്ലാ ബോളിനെയും അയാൾ ഒരേപോലെയാണ് ഫേസ് ചെയ്തത്, അയാൾ ആ ബൗളർ പെർഫോം ചെയ്തത് എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അതിന് നമുക്ക് തന്നിട്ടുണ്ട് വിത്ത് ബോൾ എ 271, 288, 257, 248, 262 അങ്ങനെ നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. വിത്ത് ബോൾ ബി തന്നിട്ടുണ്ട്. അങ്ങനെ എ ബി സി ഡി കേട്ടല്ലോ. എത്ര എണ്ണം തന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഡാറ്റേനെ, അതാണ് ഇതിൻ്റെ ആദ്യം നമ്മൾ ചെയ്യുന്നത്, ഇതിൽ നിന്ന് ഓർഡർ ആക്കുക എന്നുള്ളതാണ്. ഓർഡർ ആക്കുക എന്ന് പറയുമ്പോൾ എനിക്കിവിടെ നിന്ന് എഴുതുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ ഇതൊന്നങ്ങോട്ട് ഇങ്ങനെ ഒന്ന് ചിരിച്ചു വെച്ചോട്ടെ. യെസ്, ശ്രദ്ധിക്കും. ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ല. ഓർഡേഡ്, ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ആദ്യം എഴുതണം. ശരിക്കും വലുത് തൊട്ടാണ് വേണ്ടതെന്നൊക്കെയാണ്, നമ്മൾ അതൊന്നും നോക്കണ്ട. ഏറ്റവും ചെറുത്, ഞാൻ അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അങ്ങനെ ചിന്തിക്കാനാണ് നമുക്ക് എളുപ്പം. അതുകൊണ്ട് ആദ്യത്തേത് എത്രയാണ്? 239. 239 കഴിഞ്ഞാൽ എത്രയാണ്? പിന്നെ 39 കഴിഞ്ഞാൽ 242 പിന്നെ വലുത് 242. പിന്നെ വലുത് 42 കഴിഞ്ഞാൽ 46. 246. 246 കഴിഞ്ഞാൽ 240 8 ഉണ്ട്. 248. 248. 248 കഴിഞ്ഞാൽ അടുത്ത് എത്രയാന്ന് നോക്കി? 248. ഇനി 24 ആരംഭിക്കും, ഒന്നുമില്ല. അപ്പൊ ഇനി 25 നോക്കാം. 252 ഉണ്ട്, 55 ഉണ്ട്, 58 ഉണ്ട്. 252, 55, 58, 52 ഉണ്ട്. പിന്നെ 255 ഉണ്ട്. പിന്നെ 258 അല്ലേ? ഒരു മിനിറ്റ് കേട്ടാ. ശരിയാണ്. 248 കഴിഞ്ഞാൽ 252 എഴുതി. 252 5 തുടങ്ങുന്നതാണ്. 52 കഴിഞ്ഞ് 255. ഇനി 257. 257. പിന്നെ 258. അതിൽ 4 എണ്ണം ഉണ്ടോ? 258. ഇനി 26 തുടങ്ങുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. 260 ഉണ്ട്, 62 ഉണ്ട്, 62 ഉണ്ട്, 66 ഉണ്ട്, 68 ഉണ്ട്. 4 എണ്ണാണ് ഉള്ളത്. 60, 62, 66, 68. 260, 262, 266, 268. അപ്പം 268 വരെ കഴിഞ്ഞു. ഇനി 70-ൻ്റെയാണ്. 271, 270 ഉണ്ട്, 71 ഉണ്ട്, 75, 76, 79. 270, 271. പിന്നെ എത്ര പറഞ്ഞു? 271 കഴിഞ്ഞാൽ 275, 276, 279. അപ്പൊ 279 കഴിഞ്ഞു. ഇനി 80-ൻ്റെയാണ് ഏതുള്ളത്? 282 ഉണ്ട്, 282. ഇനി 28-ൻ്റെ ഒന്നുമില്ല. ഇനി 29-ൻ്റെ ഉണ്ടോ എന്ന് നോക്കട്ടെ. 297 ഉണ്ട്, 297 ഉണ്ട്. ഇനി 300-ൻ്റെ വലുതുണ്ട്, 302 ഉണ്ട്. കറക്റ്റ് കഴിഞ്ഞു. 20 എണ്ണം. ഓക്കെ. ഇനി നമ്മൾ കാണുന്നത്, ഇതിന് നമ്മൾ റാങ്ക് കൊടുക്കുകയാണ്. ഇതിന് നമുക്കറിയാലോ, റാങ്ക് കൊടുക്കുമ്പോൾ 1, 2, 3, 4, 5 എന്നുള്ളത് റാങ്ക് കൊടുക്കുകയാണ്. റാങ്ക് അവിടെ റാങ്ക് കൊടുക്കുമ്പോഴേ എക്കും ബിക്കും സിക്കും ഒക്കെ കൊടുക്കേണ്ടതാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10,
11, 12, 13, 14, 15, 16, 17, 18, 19, 20. 20 എണ്ണാണ്. ഇനി നമുക്ക് അറിയേണ്ടത് ആദ്യത്തെ 271 നമുക്ക് ഇവിടെ തന്നെ ABCD ഇവിടെ എഴുതിയിടാതെ നിർത്തിയില്ല കേട്ടല്ലോ. ABCD ഇവിടെ തന്നെ ചെയ്യാം, അല്ലാണ്ട് അതിന് വേണ്ടിയിട്ട് ഇനി പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. A, B, C, എയുടെ റാങ്കുകൾ 271 7 3 ഇത് എയുടെ റാങ്ക്, അത് മതി, അങ്ങനെ മതി. CD നോക്കും. അയ്യോ, ഇതിൻ്റെ ഉള്ളിലാ കൊണ്ട് എഴുതിയത്. അത് 239 ഇതിൽ ആർക്കാണ് 239 കിടക്കുന്നത്? സിക്കാണ് കേട്ടല്ലോ. സിക്ക് 1 കൊടുത്തു, മനസ്സിലായല്ലോ പറഞ്ഞ്. സിക്ക് 1 കൊടുത്തു. ഇനി 242 അത് ഡിക്കാണ്. 242 ഡിക്ക് കൊടുത്തു. 246 സിക്ക് തന്നെ. 246 3 കൊടുത്തു. 248 എക്കാണ്. 244 ഇവിടെ കൊടുത്തു. 252 ബിക്കാണ്. 5 കൊടുത്തു. 255 അത് സിക്കാണ്. 6 കൊടുത്തു. 257 എക്കാണ്. അപ്പം 7 കൊടുത്തു. 258 ആരുടെയാണ്? 258 ഡിയുടെയാണ്. 8 കൊടുത്തു. 260 സിക്കാണ്. 9 കൊടുത്തു. 262 എക്കാണ്. അവിടെ 10 കൊടുത്തു. 266 സിക്കാണ്. 11 കൊടുത്തു. സിയുടെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. 268 ബിക്കാണ്. 12. 270 ഡിക്കാണ്. 13 കൊടുത്തു. 271 എക്കാണ്. 14 കൊടുത്തു. 275 ബിക്കാണ്. 15 കൊടുത്തു. 276 ബിക്കാണ്. 16 കൊടുത്തു. 279 ഡിക്കാണ്. 279 17 കൊടുത്തു. 282 എക്കാണ്. എക്ക് 18 കൊടുത്തു. 297 ഡിക്കാണ്. അവിടെ 19 കൊടുത്തു. 302 അത് ഇവർക്ക് മാത്രം ബിക്ക് തന്നെയല്ലേ ഇല്ലാത്തുള്ളൂ. 20 കൊടുത്തു. ഈ വാല്യൂസ് നമ്മളെല്ലാം കൂട്ടാണ് ചെയ്യുന്നത്. 7, 15, 8, 23, 2, 1, 3, 4, 5, 53. ഇതാണ് R1 ഈസ് ഈക്വൽ ടു R2 5, 10, 18, 3, 4, 5, 6, 68. ഇതാണ് R2. 20, 30. ഇതാണ് R3. 10, 30, 40, 59. ഇതാണ് R4. ഓക്കെ, എല്ലാം കഴിഞ്ഞു. എല്ലാവരുടെയും കഴിഞ്ഞു. നമ്മൾ ഇതിനി നമ്മളുടെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ഫോർമുല എന്ന് എഴുതാം. എച്ച് ടെസ്റ്റ് ഈസ് അല്ല, ആദ്യം എന്താണ് എച്ച് നോട്ട് എഴുതി. നിങ്ങൾക്കറിയാം there is no significant difference between the samples. H1 എന്താണ്? there is significant difference between the sample. അതും കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ഫോർമുല എഴുതാൻ പോവാണ്. ഫോർമുല എന്താ പറഞ്ഞത്? 12. ഞാൻ താഴേക്ക് തന്നെ എഴുതുന്നത് കേട്ടോ, നമുക്ക് കൺഫ്യൂഷൻ നിങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. n ഇൻറ്റു
n minus 1 plus no into r1 sigma r1 square by n1 plus sigma r2 square by n2 plus sigma r3 square by n3 plus sigma r4 square by n4. ഇവിടെ വരെ ബ്രാക്കറ്റ് ആണ് കേട്ടോ ഇതിന് മുഴുവൻ. എന്നിട്ട് മൈനസ് 3 ഇൻറ്റു n minus 1. 3 ഇൻറ്റു n minus 1. നോക്കൂ, ഞാൻ അതിലേക്ക് അപ്ലൈ ചെയ്ത സംഖ്യകൾ 12 ബൈ n എത്രയാണ്? എത്ര എണ്ണം? ഈ n ഉണ്ടല്ലോ ഇവിടുത്തെ അല്ല, ഇത് ഓരോന്നിൻ്റെയും n ആണ്. n മീൻസ് ടോട്ടൽ എത്ര നമുക്ക് എത്ര സംഖ്യകൾ നമുക്ക് തന്നിട്ടുണ്ട്? 20. അപ്പൊ നോക്കൂ, 20 ഇൻറ്റു 20 1 പോയാൽ 19 ഇൻറ്റു ആദ്യത്തേതിന്റെ ടോട്ടൽ എത്ര? 53 ബൈ അത് എത്ര ഉണ്ടായിരുന്നു? 1 2 3 4 5 പ്ലസ് രണ്ടാമത്തേത് ഇതിന്റെ സ്ക്വയർ ഉണ്ട് കേട്ടോ, 68 സ്ക്വയർ ബൈ 5 പ്ലസ് 30 സ്ക്വയർ ബൈ 5 പ്ലസ് 59 സ്ക്വയർ ബൈ 5. ഇത്രയും കഴിഞ്ഞാൽ 3 ഇൻറ്റു മൈനസ് 3 ഇൻറ്റു n മൈനസ് 1. n എത്രയാണ്? 20. 20 മൈനസ് 1 എത്ര? 19. ഓക്കെ, ഇത് 19. 3 ഇൻറ്റു 20 മൈനസ് 1. നമുക്കിനി ഇപ്പുറത്തേക്ക് കിടക്കാം. ഇവിടെ ഞാൻ ഒതുങ്ങണില്ല, ഞാൻ ഇവിടെ ഒതുങ്ങുന്നു വെച്ചിട്ടാണ് ഈ കളിയൊക്കെ കളിച്ചത്. ഒതുങ്ങിയില്ല. ശ്രദ്ധിക്കും, നമ്മൾ ഫോമുലയിലേക്ക് അപ്ലൈ ചെയ്യാണ്. 12 ഡിവൈഡഡ് ബൈ 12 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 19. ശരിയല്ലേ? 20 ഇൻറ്റു 19. 20 ഇൻറ്റു 19. 20 ഡിവൈഡഡ് ബൈ 19. ദാറ്റ് 20 ഇൻറ്റു 19. 20 ഇൻറ്റു 19 ദാറ്റ് മീൻസ് 380. 12നെ 380 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 12 ഡിവൈഡഡ് ബൈ 380 ഈസ് ഈക്വൽ ടു 0.03 എന്ന് കിട്ടത്. 0.03 അത്ര മതി. 0.03. ഇനി 53ന്റെ സ്ക്വയർ, 53ന്റെ ഇൻറ്റു 53 ഈസ് ഈക്വൽ ടു അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 5. ദാറ്റ് ഗീവ്സ് 561.8. 500 ഇൻറ്റു 561.8. അടുത്തത് 68 സ്ക്വയർ, 68 ഇൻറ്റു 68 ഈസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 5. 924.8. നോ, ഇത് കൂട്ടാണ്. പ്ലസ് 924 പ്ലസ് 924.8 പ്ലസ് അടുത്തത് 30ന്റെ സ്ക്വയർ 900. 900നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 1800. നോ, 180 പ്ലസ് 59ന്റെ സ്ക്വയർ അതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, ദാറ്റ് ഗീവ്സ് 696.2. ഇത്രയും കഴിഞ്ഞാൽ ഇത് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് മുഴുവൻ കഴിയുമ്പോൾ മൈനസ് 19 ഇൻറ്റു 3 നമ്മളിവിടെ എഴുതിയിട്ടിട്ടുണ്ടത്. 19 ഇൻറ്റു 3 19 ഇൻറ്റു 3 57 51 19 ഇൻറ്റു 3 19 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 57 കിട്ടും. ഇനി ദാ വീണ്ടും എഴുതുന്നു 0.3 ഇൻറ്റു ബ്രാക്കറ്റിൽ എടുക്കട്ടെ കേട്ടോ, 561.8 പ്ലസ് 924.8 പ്ലസ് 180 പ്ലസ്
696.2 ഈസ് ഈക്വൽ ടു 2362 ഇതിനെ 0.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 57 കുറയ്ക്കണം. ഈ കിട്ടിയ ഉത്തരത്തിന് ഇൻറ്റു 0.03 ആണ്. 0.03 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇൻറ്റു 0.03 ഈസ് ഈക്വൽ ടു 70,884 മൈനസ് 57 ഈസ് ഈക്വൽ ടു 13.88 ആണ് കിട്ടിയത്. ഇനി ചെയ്തതിൽ എവിടെയെങ്കിലും തെറ്റ് വന്നാവോ? എനിക്കിപ്പോൾ അതാണ് ഇപ്പോൾ സംശയം നിൽക്കുന്നത്. എല്ലാത്തിനും നമ്പർ 5 തന്നെയാണ് എടുത്തിരിക്കുന്നത്. എല്ലാത്തിൻ്റെയും സ്ക്വയർ കണ്ടതൊക്കെ ശരിയാണ്. 302 ഒന്ന് ചെയ്ത് നോക്കാട്ടോ. ഞാൻ ചെയ്തതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കൊരു തോന്നല്. 13.88 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, ഇനി ടേബിൾ വാല്യൂ കാണണം. ടേബിൾ വാല്യൂ 5% നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 5% ആണെന്ന്. അപ്പം നമ്മൾ എഴുതി ടേബിൾ വാല്യൂ എഴുതുന്നു. ടേബിൾ വാല്യൂ കേട്ടല്ലോ, അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൻഡ് C-1. എത്ര കോളം ഉണ്ടായിരുന്നു നോക്കൂ, എത്ര? 1 2 3 4. ഇതാണ് കോളംസ് ട്ടാ. ഇത് നമ്മൾ ഇങ്ങനെ തിരിച്ച് എഴുതിയെന്ന് മാത്രമേ കേട്ടല്ലോ. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് ABCD എന്ന് വ്യക്തമായിട്ട് കണ്ടല്ലോ. 1 2 3 4 4 പന്താണുള്ളത്. ഇത് അവരുടെ സ്കോറിംഗ് ആണ്. ഇതാണ് 4 കോളങ്ങൾ. 4 - 1 എത്രയാണ്? 3. അപ്പം 4 - 1 3 ഈസ് ഈക്വൽ ടു, അത് ഇതിൽ നോക്കട്ടെ, ഏതിലാണ് നോക്കണം എന്ന് പറഞ്ഞാൽ കൈ സ്ക്വയറിലാണ് നോക്കേണ്ടത്. വേറൊരു ടേബിളിൽ നോക്കരുത്. ടെസ്റ്റ് കൈ സ്ക്വയറിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. കൈ സ്ക്വയറിൽ 5% 3 7.815 7.815 ഏതാ വലുത്? സിൻസ് calculated value is greater than the table value, we reject H0 null hypothesis and accept H1. That means there is significant difference. The professional bowler doesn't perform equally well with the 4 bowling balls. ഓക്കെ, അപ്പം ആ ഒരു പ്രോബ്ലം കഴിഞ്ഞു കേട്ടല്ലോ. ഇതൊക്കെ ഒരു എക്സാമിനേഷൻ ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ നോക്കിയാലും ഈ ഫോർമുലകൾ തന്നെ ഓർമ്മ വയ്ക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഇതിൽ എവിടെയോ ഒരു തെറ്റ് പറ്റിയതായിട്ട് എനിക്കൊരു ചെറിയ തോന്നൽ. 3 എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയുന്നില്ല. നോക്കട്ടെ, നിങ്ങൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്യാം. അതിന് ശേഷം നിങ്ങളുടെ ബുക്കിൽ, അതായത് സ്റ്റഡി മെറ്റീരിയലിൽ ഈ ക്രക്സലിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ആ ക്രക്സൽ വാല്യൂസിൻ്റെ ആ ഒരു പ്രോബ്ലം ഈ ഫോർമുല വെച്ചിട്ട് ആദ്യം നൾ ഹൈപ്പോത്തീസിസ് കാണുന്നു, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തീസിസ് എഴുതുന്നു, ഫോർമുല എഴുതുന്നു. H is equal to 12 divided by n into n minus 1 into sigma r1 square by n1 plus sigma r2 square by n2 plus sigma r3 square by അങ്ങനെ എത്ര എണ്ണാണെങ്കിൽ അത് എഴുതാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. -3 into n minus 1. ഇവിടെ തുടക്കത്തിലുള്ള 12/n into n minus 1 എന്ന് പറഞ്ഞാൽ അവിടെ ടോട്ടൽ നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. എത്ര എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്? 20 എണ്ണാണെങ്കിൽ 20 1 2 3 4 5 5 × 4 20. അപ്പോൾ ആ 20 വെച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടല്ലോ. അതേ സമയത്ത് സിഗ്മ r1 സ്ക്വയർ ബൈ n1 മീൻസ് അതിൽ r1ൽ ഫസ്റ്റ് സാമ്പിൾ ഹൗ മെനി സാമ്പിൾസ് ആർ ഗിവൺ? 5 എണ്ണാണ് നമുക്ക് തന്നിട്ടുള്ളത് കേട്ടല്ലോ. 5 എണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. 271 282 57 48 67 ആൻഡ് സോ ഓൺ. അവിടെയൊക്കെ 5 ഉപയോഗിക്കേണ്ടത്. അത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, പിന്നെ മൾട്ടിപ്ലിക്കേഷനിൽ തെറ്റ് വരാം. 12/n into n minus 1 തന്നെ തെറ്റ് വരാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. n into n minus 1 19 × 400 19 × 2 380. ഞാൻ 380 തന്നെയല്ലേ എടുത്തത്. ഒരു മിനിറ്റ് കേട്ടോ. 12 divided by
380 is equal to 12 divided by 380 is equal to 12 divided by 380 is equal to 0.03. അതിലും തെറ്റൊന്നുമില്ല, 0.03 തന്നെയാണ് അത് വരുന്നത്. പിന്നെന്തായിരുന്നു സിഗ്മ R1 53ൻ്റെ സ്ക്വയർ ബൈ 5, 68ൻ്റെ സ്ക്വയർ 30ൻ്റെ സ്ക്വയർ 59ൻ്റെ സ്ക്വയർ ബൈ 5. ഒന്ന് നിങ്ങൾ നോക്കൂ, എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് എല്ലാവരും ഒന്ന് നോക്കൂ കേട്ടോ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇന്ന് ഇത്രയ്ക്ക് മതി കേട്ടല്ലോ. ഇനി 1-ാം തീയതി തൊട്ട് എനിക്ക് തോന്നുന്നത് 1-ാം തീയതി തൊട്ട് കമ്പ്യൂട്ടറിൻ്റെ പഠിപ്പിക്കുന്ന ആരെങ്കിലും ഒരു ടീച്ചർ വരും, പറയുന്നത് അവർക്കാർക്കും സമയമൊന്നുമില്ല, അവരൊന്നും വന്ന് നിൽക്കില്ല ക്ലാസ്സിൽ എന്നാണ്. അവർ ആ ഓഡിയോ വീഡിയോ ആണെങ്കിൽ വീഡിയോ എനിക്ക് തരും, ഞാൻ അത് നിങ്ങൾക്ക് തരണം, എന്നിട്ട് ഞാൻ ക്ലാസ്സിൽ നിൽക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ. പിന്നെ അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവർക്ക്, കാരണം ഈ അവസാന ക്ലാസ്സുകളാകുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാനുള്ള ഒരു വിഷമം കൊണ്ടായിരിക്കാം ഞാൻ തന്നെ അത് നിങ്ങൾക്ക് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടല്ലോ. ഇതിനിടയ്ക്ക് ആരും ഇതുവരെ ഒരു സംശയവും ചോദിച്ച് കണ്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാൻ പറഞ്ഞിട്ട് ആരും നോബഡി റെസ്പോൺസ് സോ ഫാർ. അപ്പോൾ ഒന്ന് നോക്കുക. ഞാൻ ഈ ഇതിൻ്റെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, റിജക്റ്റ് ചെയ്യാം. നൾ ഹൈപ്പോത്തീസിസ് അവർ പറഞ്ഞിരിക്കുന്നത് ടേബിൾ വാല്യൂവിനേക്കാൾ ചെറുതാണ് കാൽക്കുലേറ്റഡ് വാല്യൂ എങ്കിൽ വി ഹാവ് ടു റിജക്റ്റ് എന്ന് പറഞ്ഞത് തെറ്റാണ് കേട്ടല്ലോ. അതൊന്ന് നോക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.